നമസ്കാരം. ഏവർക്കും PSC ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും ചെയ്യുന്ന ഒരു സീരീസാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ PYQs പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 47/24 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് മുകളിലുള്ളവയെല്ലാം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന മുതൽ നാലാമത്തെ പ്രസ്താവനകൾ വരെ ശരിയാണ്. അപ്പം നമുക്ക് പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേതാണ്: നാണു ആശാനെ, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. അത് ശരിയാണ് അല്ലേ. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. ഇനി വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇതിന് മുമ്പൊക്കെയുള്ള പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ദെൻ മൂന്നാമത്തത്: പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. അതും ശരിയാണ്. ലാസ്റ്റ് വൺ: വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സും പഠിച്ചു വെക്കണം. കാരണം 10th ലെവലൊക്കെയുള്ള പരീക്ഷകളിൽ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണെന്നും എന്നാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ഈ ഡേറ്റ്, അതായത് ഇയർ വിത്ത് ഡേറ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. ഇനി എന്നാണ് ജനിച്ചത്? 1856 ആഗസ്റ്റ് 20 എന്നാണ്. 1856 1856 1856 ആഗസ്റ്റ് 20 ഇനി ഈ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു? തിരുവിതാംകൂറിലെ രാജാവ് ആ സമയം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി എന്തൊക്കെ പോയിന്റുകളാണ് പഠിച്ചത്? ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, ജനിച്ചത് ചെമ്പഴന്തിയിലാണ്, 1856 ആഗസ്റ്റ് 20 അല്ലേ. ഇനി ശ്രീനാരായണ ഗുരു ജനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത്, ഇതും PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം G. ശങ്കരക്കുറുപ്പാണ്. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, G. ശങ്കരക്കുറുപ്പ് ആരെയാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്? ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. അപ്പം എന്താ പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? G. ശങ്കരക്കുറുപ്പാണ്. ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയതും അതേപോലെ തന്നെ അയ്യങ്കാളിയെ കണ്ടുമുട്ടിയതും ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1882 എന്നാണ്. 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത്. ദെൻ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1891 1891 കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത് എന്നാണ്. അത് 1882 ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1891. ഇനി ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ചത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ് കേട്ടോ. 1895 ഡോക്ടർ പൽപ്പു
സന്ദർശിച്ചത്? 1891 കുമാരനാശാൻ കണ്ടുമുട്ടിയത്. 1882 ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയത്. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. 1912 ബാലരാമപുരത്ത് വെച്ചാണ്. അപ്പോൾ 1912 ശ്രീനാരായണ ഗുരുവിനെ ആര് കണ്ടുമുട്ടിയത്? അയ്യങ്കാളി കണ്ടുമുട്ടിയത്. ഇനി ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ 1914. അപ്പോൾ നമ്മൾ പഠിച്ച വർഷങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുവാണേ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882. ദെൻ 1891 എന്താണ്? കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ദെൻ 1895 എന്താണ്? ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ദെൻ 1912 ആരാണ്? അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ദെൻ 2 വർഷം കഴിഞ്ഞിട്ട് 1914 വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി. ഇനി അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് 1916 ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് 1916. ഓക്കെ അല്ലേ? അപ്പം അത്രയും ഡേറ്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഡേറ്റ് അല്ല, ഇയർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. അപ്പോൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാലും പറയാം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ കുറച്ച് കൃതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനീ നവരത്ന മഞ്ജുരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ജാതിലക്ഷണം, ചിച്ഛട ചിന്തനം, ശിവശതകം. അപ്പം ഇത്രയാണ്. ഒരുപാടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. കാരണം ഇത് പലപ്പോഴും PYQ ചോദിച്ചിട്ടുണ്ട്. ആത്മോപദേശ ശതകം PYQ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ദർശനമാല ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ജനനീ നവരത്ന മഞ്ജരി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അനുകമ്പാദശകം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ജാതി ലക്ഷണം ചോദിച്ചിട്ടുണ്ട്. ജാതി മീമാംസ എന്ന് പറയുന്ന വേറൊരാളുടെ കൃതിയുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് തിരിഞ്ഞു പോവാതിരിക്കാൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനീ നവരത്ന മഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ജാതിലക്ഷണം, ചിച്ഛട ചിന്തകം, ശിവശതകം. ഓക്കെ അല്ലേ? ഇനി ശ്രീനാരായണ ഗുരു മുൻകൈ എടുത്ത് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് SNDP എന്ന് പറയുന്നത് അല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇത് സ്ഥാപിച്ച വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. 1903 കൃത്യമായി പറഞ്ഞാൽ 1903 മെയ് 15 എന്നാണ്. 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. ഇനി ശ്രീനാരായണ ഗുരു മുൻകൈയെടുത്താണ് ഇത് സ്ഥാപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു ഇത്തരത്തിലെ SNDP സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ്. ഡോക്ടർ പൽപ്പു എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതല്ലേ? 1895. അപ്പോൾ ഓർക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചേക്കുക. സോ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ? അതൊന്ന് റിവിഷൻ ചെയ്തോണം കേട്ടോ. കാരണം ഒരുപാട് പഠിക്കാനുള്ള ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അതുമാത്രമല്ല ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി ഇതൊക്കെ എപ്പോഴും PSC റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഓക്കെ, നമുക്കിനി അടുത്തായിട്ട് ചട്ടമ്പി സ്വാമിയിലേക്ക് പോകാം. നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചട്ടമ്പി സ്വാമിയുടെ കാര്യവും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളവരെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ശരിയായ പേരെന്ത് എന്ന് ചോദിച്ചാൽ പറയണം കുഞ്ഞൻ പിള്ള എന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ ശരിയായ പേര് കുഞ്ഞൻ പിള്ള എന്നാണ്. ഇനി ചട്ടമ്പി സ്വാമിയുടെ കുട്ടിക്കാല പേരെന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പനാണ്. ഈ ചട്ടമ്പി സ്വാമിക്ക് കുറേ പേരുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി പരീക്ഷയിൽ ചോദിക്കാറുമുണ്ട്. നമ്മൾ ക്ലാസ്സിലെല്ലാ പേരും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടിക്കാല പേര് അയ്യപ്പൻ എന്നാണ്. യഥാർത്ഥ നാമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞൻ പിള്ള എന്നാണ്. ഇനി അടുത്ത നോക്കാം. ചട്ടമ്പി സ്വാമിയുടെ ജനനം 1853 ആഗസ്റ്റ് 25 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിക്ക് മുമ്പാണോ ചട്ടമ്പി സ്വാമിക്ക് ശേഷമാണോ?
ജനിച്ചത്? നമ്മൾ പഠിച്ചു 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത് അല്ലേ? 1856 ആഗസ്റ്റ് 20 സോ ചട്ടമ്പി സ്വാമിയുടെ ജനനത്തിന് ശേഷമാണ് അല്ലേ ചട്ടമ്പി സ്വാമി ജനിക്കുന്ന 1853 ആഗസ്റ്റ് 25 1853 ആഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമി ജനിക്കുന്നത്. എവിടെയാണ് ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം? കണ്ണമ്മൂല, തിരുവനന്തപുരം, കൊല്ലൂർ. കൊല്ലൂരിലെ കണ്ണമ്മൂല എന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്തെ കൊല്ലൂരിലെ കണ്ണൻമൂല എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. അടുത്ത പോയിന്റിലേക്ക് വരാം. ചട്ടമ്പി സ്വാമിയുടെ വിശേഷണങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരിൽ ചട്ടമ്പി സ്വാമി അറിയപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെ പേരാണെന്ന് നോക്കാം. ശ്രീ ഭട്ടാകരൻ. എന്താണ്? ശ്രീ ഭട്ടാകരൻ. ബാലഭട്ടാകരൻ, ബാലഭട്ടാകരൻ. പരമഭട്ടാകരൻ, പരമഭട്ടാകരൻ. ഷൺമുഖദാസൻ. ഒന്നുകൂടെ പറഞ്ഞേ. ശ്രീ ഭട്ടാകരൻ, ബാലഭട്ടാകരൻ, പരമഭട്ടാകരൻ, ഷൺമുഖദാസൻ. പിന്നെയോ വിദ്യാധിരാജൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. കാഷായം ധരിക്കാത്ത സന്യാസി. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. എന്താണ്? കാഷായവും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമിയാണ്. അപ്പം ചട്ടമ്പി സ്വാമിയുടെ വിശേഷണങ്ങൾ വേഗം ഒന്ന് കാണാമെന്ന് പറഞ്ഞേ. ശ്രീ ഭട്ടാകരൻ, ബാലഭട്ടാകരൻ, പരമഭട്ടാകരൻ, ഷൺമുഖദാസൻ, വിദ്യാധിരാജൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കഷായവും കമണ്ഡലവുമില്ലാത്ത സന്യാസി. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളെ പറ്റിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് PYQ ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ. എപ്പോഴും പരീക്ഷയിൽ ചോദിച്ചു കാണാറുണ്ട്. ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ? ആദിഭാഷ. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ഒരു കൃതിയാണ്. ദെൻ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമതച്ഛേദനം, അദ്വൈത ചിന്താപദ്ധതി, മോക്ഷപ്രദീപഖണ്ഡനം, നിജാന്ത വിലാസം, അദ്വൈത പഞ്ചരം. പിന്നെയോ സർവമത സാമരസ്യം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, വേദാന്തസാരം, കേരളത്തിലെ ദേശനാമങ്ങൾ, ക്രിസ്തുമത നിരൂപണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം, പഠിച്ചു വെക്കേണ്ടത് ഓർത്തു വെക്കണേ. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടേതാണ്. ക്രിസ്തുമതച്ഛേദനം, ക്രിസ്തുമതച്ഛേദനം ചട്ടമ്പി സ്വാമിയുടെയാണ്. പിന്നെ അദ്വൈത ചിന്താപദ്ധതി, അദ്വൈത ചിന്താപദ്ധതി ചട്ടമ്പി സ്വാമിയുടെയാണ്. പിന്നെ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് പുനർജന്മ നിരൂപണം, അതേപോലെ ക്രിസ്തുമത നിരൂപണം, സർവമത സാമരസ്യം. ഇതെല്ലാം എന്താണ്? ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി എന്നാണ് ചട്ടമ്പി സ്വാമി സമാധിയായത് എന്ന് ചോദിച്ചാൽ 1924 മെയ് 5 1924 മെയ് 5 ചട്ടമ്പി സ്വാമി സമാധിയായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പനെ പറ്റിയാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇദ്ദേഹം ജനിച്ചത് 1885 ഇദ്ദേഹം ജനിച്ചത് 1885 ചേരാനെല്ലൂരിൽ, എറണാകുളം ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജനനം. എവിടെയാണ്? ചേരാനെല്ലൂരിലാണ്. യഥാർത്ഥ നാമം ചോദിച്ചാൽ ശങ്കരൻ എന്നാണ്. യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ്. അപ്പോൾ 1885 ജനിച്ചു, ചേരാനെല്ലൂരിലാണ് ജനനം, യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ്. 1913 കായൽ സമ്മേളനത്തിൻ്റെ നേതാവായിരുന്നു. 1913 കായൽ സമ്മേളനത്തിൻ്റെ നേതാവായിരുന്നു. പിന്നെ അടുത്ത പോയിന്റ്, കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. ഇപ്പോൾ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ദെൻ കല്യാണദായിനി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, വള സമുദായ പരിഷ്കാരണി സഭ എന്നിവ സ്ഥാപിച്ചു. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോണം. ഏതൊക്കെയാണ്? ഒന്ന് കൊച്ചിൻ പുലയ മഹാസഭ, ദെൻ കല്യാണിദായിനി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, വള സമുദായ പരിഷ്കാരണി സഭ. ഇതെല്ലാം ആരുടെതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്, സഭകളാണ് കേട്ടോ. അടുത്തത് 1907 അരയ സമാജത്തിൻ്റെ സ്ഥാപകനാണ്. ഇത്
എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. എന്നാണ് സ്ഥാപിച്ചത്? 1907. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. എന്നാണ്? 1907. ഓക്കെ. ഇനി കേരളത്തിൻ്റെ ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനെയാണ് കേരളത്തിൻ്റെ ലിങ്കൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് കൊച്ചി മഹാരാജാവാണ് സാഹിത്യ നിപുണൻ, കവിതിലകൻ എന്നീ സ്ഥാനങ്ങൾ നൽകിയത്. അപ്പോൾ സാഹിത്യ നിപുണൻ, കവിതിലകൻ എന്നീ സ്ഥാനങ്ങൾ പണ്ഡിറ്റ് KP കറുപ്പന് നൽകിയത് ആരാണ്? കൊച്ചി മഹാരാജാവാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക. ഇനി റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകളിൽ ചില ചോദ്യങ്ങൾ കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ മഹാരാജാവ് കവിതിലകം എന്ന പദവി നൽകി ആദരിച്ച വ്യക്തി. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് എടുത്തിട്ടില്ല, ജസ്റ്റ് ആൻസർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പണ്ഡിറ്റ് KP കറുപ്പനാണ്. ക്വസ്റ്റ്യൻ എന്താണ്? കൊച്ചിൻ മഹാരാജാവ് കവിതിലകം എന്ന പദവി നൽകി ആദരിച്ച വ്യക്തി. അപ്പോൾ എന്താണ് 2020 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് കവിതിലക എന്നറിയപ്പെടുന്നത് ആരാണ്? കവിതിലക എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്തത് കേരളത്തിൻ്റെ ലിങ്കൺ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കണ്ടോ, നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത് നോക്കാം. കൈരളി കൗതുകം എഴുതിയത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ്? കൈരളി കൗതുകം എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഏതാണ്? കൈരളി കൗതുകം. ഇത് എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ജാതിക്കുമ്മി എന്ന പരിഹാസ കവിതയുടെ രചയിതാവ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പോൾ ജാതിക്കുമ്മി എന്നത് എന്താണ്? ഒരു കവിതയാണ്, ഒരു പരിഹാസ കവിതയാണ്. ഇതിൻ്റെ രചയിതാവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ. അടുത്തത് ഇത് നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ നോക്കാം. ജാതിക്കുമ്മി, ആചാരഭൂഷണം, ധ്രുവചരിതം, ചിത്രലേഖ, കൈരളി കൗതുകം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണേ, പഠിച്ചോണേ. ജാതിക്കുമ്മി, ആചാരഭൂഷണം, ധ്രുവചരിതം, ചിത്രലേഖ, കൈരളി കൗതുകം. ജാതിക്കുമ്മി, ധ്രുവചരിതം, ചിത്രലേഖ, ആചാരഭൂഷണം, കൈരളി കൗതുകം. കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോണേ. 1-2 വട്ടം ഈ ക്ലാസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ബൈഹാർട്ടായിട്ടിരിക്കും. ഓക്കെ. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. ഇദ്ദേഹം ജനിച്ചത് 1873 ഡിസംബർ 28-നാണ്. എന്നാണ് ഇദ്ദേഹം ജനിച്ചത്? 1873-ലാണ്. എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ വക്കം എന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പേര് ലഭിച്ചത്. സോ അത് ഓർത്തു വച്ചേക്കാം. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കേരള പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പം എന്താ അറിയപ്പെടുന്നത്? മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കേരള പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെയോ ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. സോ ഈ ഒരു സഭകൾ അല്ലെങ്കിൽ സംഘടനകളൊക്കെ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് ദൗ ഉസബാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഏത് ഗ്രന്ഥമാണ്? ദൗ ഉസബാഹ് എന്ന ഗ്രന്ഥം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ സ്ഥാപിതമായത് ആ ഒരു ഇയറോട് ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. 1905-ലാണ്. 1905 ജനുവരി 19-നാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി വരുന്ന ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ക്ലാസ് ഒരുപാട് ലോങ് ആവും. ഞാൻ മാക്സിമം ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ക്ലാസ് നിർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.